ഞാൻ മഞ്ഞപ്പിത്തം ബാധിച്ചാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ലഭിക്കാവുന്ന ഏറ്റവും നല്ല ചികിത്സയാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചത്. ബില്ലൂബിൻ്റെ അളവ് വളരെ കൂടുതലായതിനാൽ ബില്ലൂബിൻ കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ. ലിവർ ഡയാലിസിസ് എന്ന് പറയുന്ന വളരെ നൂതനമായ ചികിത്സാ രീതി വളരെ വേഗത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും നമസ്കാരം, എൻ്റെ പേര് പ്രമോദ്. ആലപ്പുഴ ജില്ലയിലെ മൂർനാട് പടനിലമാണ് സ്വദേശം. ഞാൻ ഈ കഴിഞ്ഞ മാസം, അതായത് 2024 ഒക്ടോബർ 20 ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂരിലെ എത്തുന്നത്. ഞാൻ മഞ്ഞപ്പിത്തം ബാധിച്ചാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അതിനുശേഷം കണ്ടീഷൻസ് കുറച്ചുകൂടെ വലിയ മോശമായതിനാൽ എന്നെ ഗ്യാസ്ട്രോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ നിഖിൽ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റായിട്ടുള്ള അനുശ്രീ മാഡവുമാണ് നോക്കിയത്. ആദ്യം തന്നെ ഡോക്ടർ നിഖിൽ ഡോക്ടറോട് വളരെ എത്രമാത്രം നന്ദി പറഞ്ഞാലും കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ. എൻ്റെ സ്റ്റേജ് വളരെ ക്രിട്ടിക്കലായിട്ട് മാറിയപ്പോൾ സാറ് വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ചികിത്സയാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു രണ്ടാം ജീവിതത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരുന്നതിന് നിഖിൽ ഡോക്ടറുടെ ഒരു നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ MICയിലേക്ക് അന്നേരം തന്നെ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ MICയിലേക്ക് മാറ്റുകയും അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ അതായത് കരളിന് ഉൾപ്പെടെ ഡയാലിസിസ് പ്രോസസ്സ്, അതായത് പ്ലെക്സ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ബ്ലഡ് 5 തവണ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ബ്ലഡ് മൊത്തം റീസർക്കുലേറ്റ് ചെയ്ത് എൻ്റെ എല്ലാ എൻസൈംസും കൺട്രോളിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷം ബില്ലൂബിൻ്റെ അളവ് വളരെ കൂടുതലായതിനാൽ ബില്ലൂബിൻ കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ, ഇവിടുത്തെ കാത്ത് ലാബിൻ്റെ ഒക്കെ നല്ല ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ബയോപ്സി ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ടോട്ടൽ ബില്ലൂബിൻ ഉൾപ്പെടെ കൺട്രോളിലേക്ക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നിലവിലെത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എത്ര നന്ദി പറഞ്ഞാലും ഗ്യാസ്ട്രോളജിസ്റ്റായിട്ടുള്ള നിഖിൽ ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും കഴിയത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ. ഞാനിപ്പോൾ ഇന്ന് 20-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം 20-ാം തീയതി ഇവിടെ എത്തി. 24 ദിവസത്തിന് ശേഷം ഈ 12-ാം തീയതി 2024 നവംബർ 12 ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ്. ഇവിടുത്തെ സേവനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം ലഭിക്കാവുന്നതിൽ വെച്ചിട്ട്, നമ്മുടെ അടുത്ത ഒരു ഹോസ്പിറ്റൽ ലഭിക്കാമെന്ന് വെച്ചിട്ട് ഏറ്റവും മെച്ചപ്പെട്ട സേവനമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയുമ്പോൾ റിസപ്ഷൻ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ റിസപ്ഷൻ തൊട്ട് തന്നെ ഏറ്റവും മികച്ച സേവനം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഴ്സിംഗ് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ, ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അതിനേക്കാൾ വലിയ പിന്തുണ. ഞാൻ നേരത്തെ പറഞ്ഞു, നിഖിൽ ഡോക്ടർ മാത്രമല്ല, നിഖിൽ ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള അനുശ്രീ ഡോക്ടർക്ക് ഉൾപ്പെടെ വലിയൊരു പിന്തുണയാണ് എനിക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിനായിട്ട് നൽകിയിട്ടുള്ളത്. അവരോടുള്ള അഹേതുവായിട്ടുള്ള സ്നേഹം ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ, ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുന്ന ലബോറട്ടറി അല്ലെങ്കിൽ പാരാമെഡിക്കൽ സംവിധാനങ്ങളെല്ലാം തന്നെ നല്ല സപ്പോർട്ടാണ് എനിക്ക് ഈ രോഗത്തിൽ നിന്നിട്ട് മുക്തി നേടുന്നതിനായിട്ട് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ, അതുപോലെ തന്നെ ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരൻ കൂടിയിട്ടാണ്. നമ്മുടെ മെഡിസെപ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ലഭ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ആദ്യം തന്നെ അവരവരുടെ പ്രൈമറി രജിസ്ട്രേഷൻസ് നടത്തുകയും ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ സമ്മറിയൊക്കെ ഉൾപ്പെടെ അയച്ചുകൊണ്ട് ആ തുക ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നല്ല സഹായം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, I'm Dr. Nikhil Kenny Thomas, consultant gastroenterologist and hepatologist, KM ചെറിയാൻ ഹോസ്പിറ്റൽ, കല്ലിശ്ശേരി. സോ ഈ മെയിൽ പറഞ്ഞ പേഷ്യൻറ്റ് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞുള്ള വളരെ മാരകമായ ഒരു ലിവർ കണ്ടീഷനോടെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നത്. അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്നാൽ ലിവർ ഫംഗ്ഷൻ മോശമാവുകയും അതുമൂലം മറ്റ് അവയവങ്ങളെ ബാധിച്ച് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ലിവർ കണ്ടീഷനാണ്. സോ ഈ പേഷ്യൻറ്റിന് ലിവർ ഫംഗ്ഷൻ നോക്കുമ്പോൾ സാധാരണ നമ്മുടെ ബിലിറുബിൻ 1.2 താഴെയാണ്. എന്നാൽ ഈ പേഷ്യൻറ്റ് 22 മേളിലും, അതുപോലെ ലിവർ എൻസൈംസ്, അതായത് SGOT SGPT 40 താഴെ ഇരിക്കേണ്ടത് ഈ പേഷ്യൻറ്റ് 6000 മുകളിലുമായിരുന്നു. ഇത് കൂടാതെ മറ്റ് അവയവങ്ങളെയും ബാധിച്ച് വളരെ അഡ്വാൻസ് ലിവർ ഫെയിലിയർ സ്റ്റേറ്റിലാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നത്. എന്നാൽ നമ്മുടെ വളരെ എഫിഷ്യൻ്റായുള്ള ക്രിട്ടിക്കൽ കെയർ ടീമിൻ്റെയും നെഫ്രോളജി യൂണിറ്റിൻ്റെയും സഹായത്തോടെ ലിവർ ഡയാലിസിസ് എന്ന് പറയുന്ന വളരെ നൂതനമായ ചികിത്സാ രീതി വളരെ വേഗത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു 5 സൈക്കിൾസോടെ പേഷ്യൻ്റ് ഇമ്പ്രൂവ് ആയി ബിലിറുബിൻ കുറഞ്ഞ്
ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു.